നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ പലപ്പോഴും കുട്ടികളാണ് എടുക്കാറുള്ളത്. അവർക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ അവർ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ കരച്ചിലാകും, ഭക്ഷണം കഴിക്കില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കുട്ടികൾ മൊബൈൽ ഫോൺ എടുക്കുന്ന കുട്ടികൾക്ക് ആ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കാൻ സാധിക്കുന്ന ചെറിയൊരു പ്രാങ്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല, അവരെ കൊണ്ട് കാര്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം നമ്മുടെ ഫോണിനകത്ത് അത്തരത്തിൽ സൗകര്യമില്ല. ചെറിയൊരു ആപ്പാണ്, ചെറിയ MB ഉള്ള ആപ്പാണ്. ആപ്പ് ഏതാണെന്ന് ഞാൻ പ്ലേ സ്റ്റോറിൽ അവസാനം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു കേട് വന്നതുപോലെ, കംപ്ലയിൻ്റ് ആയതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കംപ്ലയിൻ്റ് ആണ്, അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തടയാൻ സാധിക്കും. അതല്ലെങ്കിൽ അവരാണ് ഇത് കേടുവരുത്തിയത്, അവരാണ് ഈ മൊബൈൽ ഫോൺ കംപ്ലയിൻറ്റ് വരുത്തിയത്, ഈ മൊബൈൽ ഫോൺ എങ്ങനെ ഇത്തരത്തിൽ കംപ്ലയിൻ്റ് ആയി എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് മൊബൈൽ ഫോൺ എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രാങ്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പോൾ അതുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ബോക്സ് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വ്യത്യസ്ത രീതിയിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ കംപ്ലയിൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് എഫക്റ്റുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് എല്ലാം ഫ്രീ അല്ല, ചിലത് മാത്രമാണ് ഫ്രീ. ഇതുപോലെ ഒന്നും പ്രത്യേകമായിട്ടൊന്നും ഇല്ലാത്ത ഇതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോക്സ് ഇതിനകത്ത് കാണുന്ന ഈ ഒരു ലൈൻ ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇത്തരത്തിൽ പരസ്യങ്ങൾ വരാറുണ്ട്. ഏറ്റവും മുകളിൽ അല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഇൻറ്റു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ള ഏറ്റവും മുകളിൽ ഈ ഒരു ബട്ടൺ ഉണ്ട്, ഓണും ഓഫ് എന്നുള്ള രണ്ട് ബട്ടൺ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നിലവിൽ ഓഫിലാണുള്ളത്. ഞാൻ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കും, ആ പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. താഴെ ഗ്രാൻഡ് പെർമിഷൻ എന്നുള്ളൊരു ഗ്രീൻ ബട്ടൺ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ആപ്പ് സെലക്ട് ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആ ഒരു ഓഫ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇത് നമ്മുടെ മൊബൈൽ ഫോൺ കംപ്ലയിൻ്റ് ആയി എന്ന രീതിയിൽ ഇത്തരത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ ഇനി ഏത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും ഇത്തരത്തിൽ വാട്സപ്പിലെ ചാറ്റുകളൊക്കെ ഇത്തരത്തിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് എന്നവർക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കി കൊടുക്കാനും മൊബൈൽ ഫോൺ എടുക്കുന്നതിൽ നിന്നവരെ മാറ്റി നിർത്താനും ഈ ഒരു പ്രാങ്കിലൂടെ സാധിക്കും. ഇനി ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഓൺ ചെയ്ത ആ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓൺ എന്നുള്ളത് ഈ മുകളിലെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു പ്രാങ്കാണ്. മൊബൈൽ ഫോൺ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് വരില്ല. ചെറിയൊരു ആപ്പാണ്, ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ ഇത്തരത്തിൽ നിങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ആപ്പ് ഏതാണെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ബ്രോക്കൻ സ്ക്രീൻ എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ ഗ്രീൻ ആൻഡ് റെഡ് ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചത്. സ്ക്രീൻ പ്രാങ്ക് ബ്രോക്കൻ LCD ജോക്ക് എന്നുള്ള ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പ്രാങ്ക് സെറ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.